നമസ്കാരം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടമില്ലാത്ത സാഹചര്യത്താൽ പല ജോലിക്കാർക്കും അവധി നൽകുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം, ഭക്തി അന്തരീക്ഷം എന്നിവ സംജാതമാകുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം ഉണ്ടാകുവാനിടയുണ്ട്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവയ്ക്ക് യോഗമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള കരാറ് ജോലികളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കുവാനിടയുണ്ട്. പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. കാര്യങ്ങളെല്ലാം തന്നെ ശരിയായ നിഗമനത്തിലെത്തിച്ചേരുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ന്യായമായ കാര്യങ്ങൾ അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ബാഹ്യപ്രേരണകളെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ സാധ്യത കാണുന്നു. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഗഹനമായ വിഷയങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ കൊണ്ട് അവലംബിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. സന്ധി സംഭാഷണത്തിൽ അനുകൂലമായ വിജയം കൈവരിക്കുന്നത് വഴി പുതിയ കർമ്മമേഖലകൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസകാലങ്ങളിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ പ്രാരംഭ നടപടിക്രമങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നു. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. കഫ, നീർദോഷ രോഗപീഠകളാൽ പലപ്പോഴും അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. പുണർദം നക്ഷത്രക്കാരുടെ ഈ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.